ഹലോ ഹായ് ഫ്രണ്ട്സ്, റിച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്താ വെച്ചാൽ ഹസ്ബൻഡിന് തണ്ടൽ വേദന കാരണം കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമാകുമ്പോൾ വേദന അത്ര ഉണ്ടായിരുന്നില്ല. വേദന സഹിക്കാൻ പറ്റാത്ത ടൈമിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകുള്ളൂ. ഇതിന് മുന്നേ എത്ര വട്ടം പറഞ്ഞാലും പോവില്ല. അപ്പോൾ വേദന സഹിക്കാൻ പറ്റാനായിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാട്ട് പോണത്, പെരിന്തൽമണ്ണ. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്നില്ല ഗൈസ്, അപ്പം തന്നെ വരി കണ്ട് ഞങ്ങൾ തല കറങ്ങി. എന്തായാലും ചെയ്യുക, ഗവൺമെൻറ് അല്ലേ, തിരക്കുണ്ടാവും. ഞങ്ങളൊന്നാമത് 10 മണിക്കാണ് പോണത്. അപ്പോൾ വരി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അന്തം വിട്ടു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവിടെ എത്തിയപ്പോഴോ ഞാനത് ഇറങ്ങിട്ടോ. എന്നിട്ട് റിച്ചുട്ടൻ അച്ചെടുക്കണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് നിൽക്കുകയാണ്. അവൻ്റെ അച്ഛനും ഇറങ്ങി വണ്ടിയിൽ നിന്ന്. എന്നിട്ടും അവൻ ഇറങ്ങണില്ല ഗൈസ്, വല്ലാത്ത ജാതി. എന്താ ചെയ്യാല്ലേ. എന്നിട്ട് വാശി പിടിച്ച് റിച്ചുട്ടൻ അച്ഛനെ കൊണ്ട് എടുപ്പിച്ചു. കുറച്ച് നേരം ആളെടുത്തിട്ടോ. ആൾ കുറച്ച് നേരം ഇറങ്ങി നടക്കിയെന്നൊക്കെ പറഞ്ഞാൽ ആൾ ഇറങ്ങണില്ല. വാശി പിടിച്ച് അച്ഛൻ എടുത്തിട്ട് കുറച്ച് നേരം നടന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് കൈമാറി. ഞങ്ങൾ വേദി കണ്ടിട്ട് പിന്നും ബന്ധം വിട്ടു. ഞങ്ങൾ അവിടെ എത്തിപ്പിക്കും വേദി പിന്നെയും കുറച്ച് നീണ്ടു പോയി ഗൈസ്. എന്താ ചെയ്യാല്ലേ, ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് വരിയാകുമ്പോൾ നിർത്തി. ഞങ്ങൾ വരി എത്തി പകുതി എത്തിപ്പിക്കും. ഉള്ളിൽ കയറുമ്പോഴേക്കും തന്നെ ടോക്കൺ കഴിഞ്ഞു. ഡോക്ടറിൻ്റെ ടോക്കൺ കഴിഞ്ഞ് വേണ്ട ഒരു താത്ത അങ്ങനെ പോകേണ്ടിയിരുന്നു. പിന്നെ വെറുതെ നിന്നിട്ട് കാര്യമില്ല വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഗൈസ്. എന്താ ചെയ്യാല്ലേ, വല്ലാത്ത ജാതി. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഓയിൽമെൻ്റൊക്കെ വാങ്ങിയിട്ടാട്ടോ പിന്നെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 1, 2, 3 പറഞ്ഞ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര തിരക്കാണാലും. പിന്നെ എന്താ പറയുക, വണ്ടി ഇട്ടതിൻ്റെ എന്താ പറയുക പൈസ വാങ്ങാൻ വന്നിട്ടോ. വണ്ടി സ്റ്റോപ്പ് ചെയ്തതിന് കാരണം കൊണ്ട് വരി എത്തിയിട്ട് വളഞ്ഞ് ഉള്ളിക്കെത്താനായി ഞങ്ങൾ പോരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ടും വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, ബെല്ലൈക്കൻ അടിക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് ചെറിയൊരു വോയിസാണ്. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണില്ല, അതെന്താണെന്ന് എനിക്കിതുവരെ അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.